ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം രാവിലെ നമ്മൾ ട്രേഡ് എടുത്ത് 10 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു. ഇന്നത്തെ നമ്മൾ ട്രേഡ് നമ്മൾ അവസാനിപ്പിച്ചു അല്ലേ. കറക്റ്റായിട്ട് നമുക്കൊരു എൻട്രി കിട്ടി, കറക്റ്റായിട്ട് എക്സിറ്റ് കിട്ടി, നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ ഒരു പരിപാടിക്ക് നമ്മൾ പോയില്ല. ഇതാണ് ഒരു മാർക്കറ്റിലെ അവസരം എന്ന് പറയുന്നത്. നമ്മൾ ആ അവസരത്തിന് വേണ്ടി കാത്തിരുന്നൊരു ട്രേഡ് എടുത്ത് വിജയിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നത്. ആ അവസരം വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. അതാണ് മാർക്കറ്റിൽ നമ്മളൊരു നല്ല ട്രേഡർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നല്ല അവസരം വന്നില്ലെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ആ അവസരം വന്നില്ലെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കുക. അതും ഒരു ട്രേഡാണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇന്ന് കറക്റ്റ് നമുക്ക് എൻട്രി കിട്ടി, കറക്റ്റായിട്ട് എക്സിറ്റും കിട്ടി. നമ്മൾ വളരെ ശുഭകരമായിട്ട് 20, 30, 40 പോയിൻ്റുകളൊക്കെ കിട്ടിയവരെ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഹാപ്പിയായിരുന്നു ഇന്ന്. അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് കറക്റ്റായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് അകത്ത് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരിക്കുക. ഇല്ലെങ്കിൽ ഇതിനകത്ത് പുറത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എവിടോട്ടെങ്കിലും സപ്പോർട്ടിലോട്ടോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് തട്ടി തിരിച്ചു വരാനോ അല്ല ഈ സപ്പോർട്ട് എടുക്കാനോ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ. കറക്റ്റായിട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു 80 പോയിൻ്റ് ഗ്യാപ്പപ്പിൽ 60 70 പോയിൻ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്ന് നമ്മുടെ ലൈൻ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തു അല്ലേ. ഈ സെക്കൻഡ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഒരു സി കോൾ എടുത്തത്. കറക്റ്റായിട്ട് നമ്മൾ സി കോൾ ഇവിടുന്ന് കിട്ടി. നമുക്ക് 2 ക്യാൻഡിൽ സുന്ദരമായിട്ട് കിട്ടി. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ പുറത്തിറങ്ങി ഇല്ലേ. പിന്നെ നമുക്ക് മാർക്കറ്റ് പിന്നെ എങ്ങോട്ട് പോയി നോക്കി. മാർക്കറ്റ് പിന്നെ എങ്ങോട്ടും പോയില്ല. മാർക്കറ്റ് അതിന് നേരെ തിരിച്ച് താഴോട്ട് വന്നു. പിന്നെ നമ്മുടെ ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു ഇല്ലേ. ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് ഇന്നൊരു എക്സ്പയറി ആയിരുന്നു. എങ്കിൽ തന്നെ ആ എക്സ്പയറിയുടെ വലിയ വോളറ്റൈലൊന്നും മാർക്കറ്റ് കാണിച്ചില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ സെല്ല് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു, 13,200 ഷോർട്ട് സ്ട്രാഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് 13,200 ഷോർട്ട് സ്ട്രാഡിലെടുത്ത് ഇടയ്ക്ക് വെച്ച ആൾക്കാർ ഇറങ്ങിപ്പോയി. എങ്കിലും അവസാനം വരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സുന്ദരമായിട്ടുള്ള പ്രോഫിറ്റ് ഇന്ന് കിട്ടിയേനെ. അത് 13,200 തന്നെയാണ് മാർക്കറ്റ് ഇന്ന് കറക്റ്റായിട്ട് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. മാർക്കറ്റ് 13,200 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് വൺസ് ഇൻ എ വൈയിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അത് നമ്മൾ പ്രോബബിലിറ്റി പറയുന്നു, അത് നമ്മൾ ക്രെഡിറ്റായിട്ട് പറയുകയല്ല. നമ്മൾ മാർക്കറ്റിലെ ചാർട്ട് വെച്ചിട്ട് മാർക്കറ്റിലെ ചാർട്ട് അനലൈസ് ചെയ്ത് നമ്മൾ കാര്യം പറയുന്നു ഒന്നും അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട വിട്ടാൽ. അപ്പോൾ മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയി. വേറെ മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല. അപ്പം നാളെ ഇനിയും എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിനിടയിൽ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളുടെ വീഡിയോ എല്ലാവരും ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും വൈറലാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഓക്കെ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വീക്കിലി അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീക്കിലി അനാലിസിസും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒത്തിരി പേര് കണ്ടു, എങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നമ്മുടെ ആ വൈറൽ വീഡിയോ നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്തിൽ ഏകദേശം 2.5K ആൾക്കാർ കണ്ടു. പക്ഷെങ്കിൽ അതിൽ 60-70% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു. ഞാൻ ഇന്നലെ എൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്തിൽ 70% ആൾക്കാരോളം സബ്സ്ക്രൈബ് ചെയ്യാതാണ് അത് കണ്ടിരിക്കുന്നത്. 30% ആൾക്കാർ മാത്രമേ അത് കണ്ടവരിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ദയവായിട്ട് നിങ്ങളിത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇങ്ങനെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ഈ രീതി സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചെന്നെ ഈ രീതിയിൽ വേണം സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലൈക്ക് അടിച്ചെങ്കിൽ മാത്രമേ യൂട്യൂബ് അതിൻ്റെ അൽഗോരിതം വെച്ചിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കത്തുള്ളൂ. അപ്പം ആ ലൈക്കിൻ്റെ ഇത് കൂടുമ്പോൾ മാത്രമേ ഇത് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇതിപ്പം ഞാൻ പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നെങ്കിൽ മാത്രം മതി. നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും മാറ്റം, ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇത്
യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ അൽഗോരിതം അങ്ങനെയാണ്. ആ അൽഗോരിതം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈക്ക് വേണം, കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വീണ്ടും വീണ്ടും സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ലെവൽസ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചാനൽ വെച്ചിട്ടുണ്ട്, ആ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇതിൻ്റെ ലെവലുകൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ലൈവ് മാർക്കറ്റിലൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ലെവലുകളും പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ മാറ്റങ്ങളൊക്കെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ആ വൈറൽ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, പിന്നെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീക്കിലി അനാലിസിസ് കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, വീക്കിലി അനാലിസിസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ച മാർക്കറ്റ് ഏത് റേഞ്ചിൽ നിൽക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നിങ്ങളെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. എപ്പോഴും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു മുഷിവായിട്ട് തോന്നും, എങ്കിലും എൻ്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇപ്പം ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലാണ് ഇല്ലേ. മാർക്കറ്റ് ഒരു മൊമെൻ്റ് തന്നതിന് ശേഷം എത്രയാണ് ഗ്യാപ്പപ്പ്, ആ ഒരു ഗ്യാപ്പപ്പ് റേഞ്ച് വിട്ടിട്ട് മാർക്കറ്റ് വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ, ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയും നമുക്കൊരു ഫർദർ മൂവ് എങ്ങനെ ആവുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഏകദേശം 13,200 ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം മാർക്കറ്റ് നാളെ എങ്ങോട്ട് പോകുന്നുള്ളൂ, ഈ ലെവലുകൾക്കൊന്നും ഒരു മാറ്റവും വരാൻ ഇല്ല. കാരണം ഈ ലെവൽ മാറ്റാൻ പറ്റുന്നില്ല. ഈ ലെവല് ഇങ്ങനെ തന്നെ നിൽക്കാൻ പറ്റൂ എന്നാണ് തോന്നുന്നത്. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ ഒന്ന്. മാർക്കറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് ഈ ഹൈയിലോട്ട് കയറ്റി വെക്കാം. ഈ ഹൈയിലോട്ട് ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ, ഈ ഹൈയിലോട്ട് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റ് ഇതിന് മുകളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊമെൻറ്റ് നമുക്ക് കാണാം. ഇതിന് ശേഷം അടുത്തത് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈ രണ്ട് കാര്യം കാരണം നാളെ ചിലപ്പോൾ മാർക്കറ്റ് വലിയ ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യത ഞാൻ അത്രയ്ക്കും കാണുന്നില്ല. കാരണം 13,400 നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കാം, എങ്കിലും എൻ്റെ ഒരു ഗസ് വെച്ചിട്ട്, എൻ്റെ ഒരു ഇൻഡ്യൂഷൻസ് വെച്ചിട്ട് മാർക്കറ്റ് 13,400 കടന്നു പോകാനുള്ള സാധ്യത കുറവാണ്. അഥവാ 13,400 കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരപ്പം അതിനെപ്പറ്റി ചിന്തിക്കാം. ഓക്കെ, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പക്ഷെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ 13,000 ഒരു കട്ട സപ്പോർട്ട് ആയിരിക്കും എന്നുള്ളതിനും യാതൊരുവിധ മാറ്റവും ഇല്ല. 13,000 നമുക്ക് കട്ട സപ്പോർട്ടായിരിക്കും 13,000. ഓക്കെ, അതിന് ശേഷം താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബേസ് ലൈൻ ആയിരിക്കും. ഇവിടെ വരെ ബേസ് ലൈൻ വരെ വരച്ചേക്കാം. 12,950 വരെ നമുക്ക് വരച്ചിട്ടേക്കാം. ഓക്കെ, പിന്നെ ഇങ്ങോട്ടുള്ളത് ചുമ്മാ അവിടെ വരച്ചിട്ടേക്കാം. പക്ഷേ അത് അതിനത് കാര്യമൊന്നുമില്ല, അവിടെ വരെ ഒന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ല പിന്നെ അതുപോലെ ഭീകരമായ സെല്ലിങ് വരേണ്ടി വരും. ഓക്കെ, ഇത് നമുക്ക് മുകളിലോട്ട് പോയി നമുക്ക് ഇവിടെ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കി ഇതിന് ഇവിടെ നമുക്ക് കോൾ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ റിവേഴ്സ് വരുമ്പോൾ എവിടെയാണ് നമ്മൾ ഇന്ന് കണ്ട പോലെ തന്നെ എവിടെയാണ് സപ്പോർട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രമേ നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളത്തേക്കുള്ള ലെവലുകൾ ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീക്കിലി അനാലിസിസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. വീക്കിലി അനാലിസിസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. വീക്കിലി അനാലിസിസ് കണ്ടിട്ട് നിങ്ങൾ ഡെയിലി ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മാർക്കറ്റ് ഈ ഇൻട്രാഡേ ലെവലിൽ അങ്ങോട്ടേലും പോവുകയാണെങ്കിൽ തന്നെയും വീക്കിലി അനാലിസിൻ്റെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നിങ്ങളിത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.